ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീൽസ് ആൻഡ് വീൽസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഗ്രാൻഡ് എന്ന് പറയത്തില്ല, ഒരു ചെറിയൊരു അൺബോക്സിങ്. പിന്നെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കളക്ഷൻ ഫുള്ളായിട്ടൊന്ന് റിവീൽ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ ഷോക്കേസും കൂടെ റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളുടെ ഫുൾ കളക്ഷൻ ഇതാണ്. ഒരു ഏകദേശം ഒരു വർഷം 1.5 വർഷത്തിൻ്റെ, അതായത് നമ്മൾ ഹോട്ട് വീൽസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഈ താഴെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയൊരു ഇതില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ കാർഡൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ സിംഗിൾ ആയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ക്ലിക്കായത് കാർഡ് റിമൂവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ കാർഡ് റിമൂവ് ചെയ്യാതെക്കും ബാക്കിൽ ഒരുപാട് ഹോട്ട് വീൽസ് നമ്മൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ അൺബോക്സിങ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. ഇവൻ്റെയും ജിമ്മി അംബാസിഡർ ഇതിൻ്റെ ഒന്നും അൺബോക്സിങ് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാനും മോനും കൂടെ ഇപ്പോൾ ഡയറോമാൽ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ ഡയറോമാസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതൊരെണ്ണമുണ്ട്, പിന്നെ ഇതൊരെണ്ണമുണ്ട്, പിന്നെ ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും, ജുറാസിക് പാർക്കിലെ ഒരു സീൻ, ഐക്കോണിക് സീൻ എന്ന് വേണേൽ പറയാം. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഷോക്കേസ്, ഫുൾ കളക്ഷൻ. ഇത് ഫുൾ സെൻഡിയുടെ ഒരു 250-300 ആ റേഞ്ചിലുള്ള വണ്ടികളുടെ കളക്ഷനാണ് ഫുള്ളും. താഴെയുള്ള മുഴുവൻ കിൻസ്മാർട്ടിൻ്റെ ആണ്. പിന്നെ നമ്മുടെ ബോംബെയുടെ കാലിപിരി ടാക്സി 4 എണ്ണം എല്ലാം ഓട്ടോ ഉണ്ട്, ഫിയറ്റ് ഉണ്ട്, 2 ടൈപ്പ് ഫിയറ്റ് ടാക്സിയുടെ. പിന്നെ നമ്മുടെ ഇക്കോ ഇതെത്രയുണ്ട്. പിന്നെ ഇത് ഫുൾ ഫെറാറിയുടെ ആണ്. 1 2 3 4 ഫെറാറി. പിന്നെ 2 പോർഷെ 2 എണ്ണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഇതായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മുഴുവൻ ലംബോർഗിനിയുടെ ആണ്. ഇത് 1:18 ആണ്. ഇത് 24 വരും. അങ്ങനെ ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഡെഡ്പൂളും തണ്ടർബേർഡും പിന്നെ ഇവനെ അറിയാൻ പറ്റും, നമ്മുടെ ചാനലിലുണ്ടായിരുന്നു ഇവൻ്റെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ 1:43യുടെ കുറേ എന്താ പറയുക വിൻറ്റേജ് ഇതാണ്. പിന്നെ ഒരു വില്ലയുണ്ട്. പിന്നെ ഇത് നമ്മുടെ കുഞ്ഞൻ വണ്ടി എല്ലാവർക്കും അറിയാമല്ലോ, അത് പറഞ്ഞേ ഉള്ളൂ എൻ്റെ കയ്യിൽ കളക്ഷനിൽ. പിന്നെ ഇതൊന്ന് നമ്മുടെ ടാറ്റയുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് വെഹിക്കിളാണ്, നാനോ. ഇതിൽ താഴെ എഴുതിയിട്ടുണ്ട്, ടാറ്റ തന്നെ ഇത് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ടാറ്റയുടെ 4 ടോട്ടൽ നാനോവും ചേർത്ത് 4 എണ്ണം ഉണ്ട് നമുക്ക് ഇതെല്ലാം. പിന്നെ ഇത് നമ്മുടെ റെനോൾട്ടിൻ്റെ ട്വിസി, അവൻ്റെ ഹോട്ട് വീൽ സൈസ് ഉണ്ട്. പിന്നെ അവൻ്റെ 1:18 സൈസ് ഉണ്ട്, 2 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ആകെ മൊത്തം നമ്മുടെ കയ്യിൽ ബൈക്കിൻ്റെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ. ബൈക്കിൻ്റെ ഫുൾ കളക്ഷൻ ഇതാണ്. ബൈക്ക് ഞാൻ കുറച്ചുകൂടി മേടിക്കുന്നുണ്ട്. മേടിച്ച് കഴിയുമ്പോൾ അത് നമുക്കൊരു തനി അൺബോക്സിങ് ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ ദുബായിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ വന്ന ഐറ്റംസ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇതും ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ വീഡിയോയിൽ വന്നതാണ്. ഇതൊക്കെ സെൻഡിയുടെ തന്നെ ടോയ്സ് ആണ്. സ്കോർപിയോ ഉണ്ട്, ഇത് ടൊയോട്ടയുടെ ക്വാലിസ് ഉണ്ട്. ഇതൊക്കെ സെൻഡിയുടെ ആണ്. പിന്നെ ഇതെല്ലാം ലൈസൻസ്ഡ് മോഡൽ തന്നെയാണ്. ഇതിൻ്റെയും വീഡിയോസ് അൺബോക്സിങ്ങിൽ വന്നതാണ് എല്ലാം തന്നെ. പിന്നെ നമ്മുടെ ഡയറോമ ഫിഗറിൻസ് ഉണ്ട്, 2 എണ്ണം, ചെറിയ 2 എണ്ണം ഉണ്ട്. നമ്മുടെ ഡോട്ട് ചലഞ്ചർ ഇവൻ്റെ അൺബോക്സിങ് ഇട്ടതാണ് നമ്മൾ, മസ്റ്റാങ്ങിൻ്റെ. പിന്നെ നമ്മുടെ ജിംനി അംബാസിഡർ, ഇത് ടാറ്റ നാനോ 1:18. ഇതും നമ്മൾ അൺബോക്സിങ്ങിൽ വന്നിട്ടുണ്ട് ഇവൻ. പിന്നെ ഇത് ഞാൻ ഒരു ഡയറോമ അടുത്തതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഡയറോമയുടെ തനിയായിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇസട്ട ബബിൾ ഏറ്റവും കുഞ്ഞൻ
പിന്നെ ഇവിടെയും നമ്മുടെ വില്ലിയുണ്ട്, ഒരു ഡയറോമ അതിലുണ്ട്, പിന്നെ ഒരു സ്കൂട്ടർ ഇതുപോലെ. പിന്നെ നമ്മുടെ ചെറിയ പെട്ടിയോട്ടോ, ഇതും ടാറ്റയുടെ തന്നെയാണ്, ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആണ്. ഇത് നമ്മുടെ ഡയറോമയുടെ ആണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചെറിയൊരു ഡയറോമയാണ്, ഒരു കൺസ്ട്രക്ഷൻ അല്ല, ഒരു ക്വാറിയുടെ. അപ്പോൾ ഫുൾ ആ ക്വാറിയിൽ എല്ലാം പാറയൊക്കെ പൊട്ടിച്ചെടുക്കുന്നത് ആ രീതിയിൽ ഞാൻ ചെയ്തതാണ്. ഇത് നമ്മുടെ ജി വാഗൺ, ഇതും മെർസിഡസിൻ്റെ ഒഫീഷ്യലി ലൈസൻസ്ഡ് വണ്ടിയാണ്. പിന്നെ നമ്മുടെ കിൻസ്മാർട്ടും ലൈസൻസ്ഡ് അല്ലാത്തതും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചെറിയൊരു ഡയറോമ, എൻ്റെ ഫേവറേറ്റ് ഒരു കാർട്ടൂണാണ് നമ്മുടെ മാഷ് ആൻഡ് ദ ബെയർ, അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഞാനും മോനും കൂടെ അവർക്കൊരു വണ്ടിയും കൂടെ ഉണ്ടാക്കി കൊടുത്തു, ഒരു കാർ ഉണ്ടാക്കി കൊടുത്തു, അത് വെച്ചിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചാണ്, ഒരു 350 റുപ്പീസിൻ്റെ ഒരു മിലിറ്ററി സെറ്റ്. അതിൻ്റെ കൂടെ കുറച്ച് മനുഷ്യന്മാരെ ഒപ്പിച്ച് ആ ഏരിയ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓവറോൾ കളക്ഷൻ. ഇത്രയുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ. ഇത് ഇന്നും എന്താ പറയുക, കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ 2 ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അൺബോക്സിങ് ഇതിൻ്റെ കൂടെ തന്നെയുണ്ട്. ഷോക്കേസിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ KSRTCനെ വെച്ചിരിക്കുന്നത്. കാണാൻ വലിയ സൈസായുണ്ട്, അവന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സൊക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു 1.5 വർഷത്തിൻ്റെ കളക്ഷൻ വണ്ടിയുടെ. ഇത് കൂടിക്കൊണ്ടേയിരിക്കും, ഷോക്കേസുകളുടെ എണ്ണവും കൂടും, പക്ഷേ റൂം വലുതാവുന്നില്ല. അതാണ് ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നം. അതാണ് ഇനി ഷോക്കേസ് ഉണ്ടാക്കിയാൽ എവിടെ വെക്കും, അത് വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ആക്കും. അപ്പോൾ നമുക്കിനി അൺബോക്സിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു 5 ഇഞ്ചിൻ്റെ 2 ഹോട്ട് വീൽസ് ഇട്ടുണ്ട്. ഇത് ഷോക്കേസിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ഇവരാണ്. ഇതിനെ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു വീഡിയോയിൽ. ഇത് മേടിച്ചിട്ട് ഏകദേശം 1-2 മാസത്തിന് മുകളിലായിട്ടുണ്ട്. ഇതൊക്കെ എനിക്കൊരു എന്താണെന്ന് വെച്ചാൽ ഡയറോമ ഉണ്ടാക്കാൻ വേണ്ടി കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം, മിന്നും താരം. 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലോട്ട് പോകാം. എനിക്കും കാണാൻ ധൃതിയായി, നിങ്ങൾക്കും കാണാൻ ധൃതിയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തോളൂ. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെൽ ബട്ടനും അടിച്ചു പൊട്ടിച്ചോളൂ. പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അടിപൊളി വീഡിയോസ് കാണാനും പറ്റും. ഇതാണ് നമ്മുടെ സാധനം. ഇത് ഓപ്പൺ ചെയ്യാൻ 2 ബോക്സ് ഒരുമിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ കൺഫ്യൂസ്ഡ് ആണ് എവിടെ ഓപ്പൺ ചെയ്യേണ്ടതെന്ന്. നോക്കാം നമുക്ക്. സ്കെയിൽ ആർട്സ് വന്ന് പൂനെയിലുള്ളതാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാം, സ്കെയിൽ ആർട്സ് എന്ന് പറഞ്ഞ്. അവരുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവരെ 2 എടുത്ത് പുറത്ത് വയ്ക്കാം. ഇത് ഒരാൾ, ഇത് അവരുടെ ബില്ലും കാര്യമൊക്കെയാണ്, അതൊന്നും നമുക്ക് കാണണ്ട. ഇത് അടുത്ത ആൾ. അപ്പോൾ വേസ്റ്റൊക്കെ നമുക്ക് ആ ബോക്സിൽ തന്നെ ഇട്ട് പുറത്ത് വയ്ക്കാം. അപ്പോൾ ഇവ 2ആണ് ഇന്നത്തെ താരം. നമുക്ക് പെട്ടെന്ന് തന്നെ 2 പേരെയും തിരിക്കാം. നമ്മുടെ ജി വാഗൺ, പിന്നെ നമ്മുടെ പോർഷിൻ്റെ 911 GT2 RS. ഈ 2 പേരാണ് ഇന്നത്തെ നമ്മുടെ അതിഥികളല്ല, നമ്മൾ വാങ്ങിയിരിക്കുന്ന വണ്ടികൾ. അപ്പോൾ വേഗം തന്നെ നമുക്ക് തുറക്കാം. ആദ്യം നമുക്ക് G1 തുറക്കാം. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് മോൻ്റെ ഫേവറേറ്റാണ്. ഞാനാണ് ജി വാഗന് വേണ്ടി ഗുസ്തി പിടിച്ച ആൾ. അപ്പോൾ ആദ്യം അവനെ തുറക്കാം. നമുക്ക് വേഗം തന്നെ അവനെ ഓപ്പൺ ചെയ്യാം. ജി വാഗൻ. അപ്പോൾ ഇവനാണ് നമ്മുടെ നല്ല സൂപ്പർ കളറാണ്, നല്ല അടിപൊളി കളർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. 2 ചോയ്സ് ഉണ്ടായിരുന്നു, ബ്ലാക്കും റെഡും. ഞാൻ ഇവനെയാണ് എടുത്തത്.
കാരണം ബ്ലാക്ക് നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ, നമ്മുടെ കയ്യിൽ കുഞ്ഞൻ ഒഫീഷ്യൽ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട റെഡ് ആയിരുന്നു, അപ്പോൾ ഞാൻ റെഡിനെയാണ് എടുത്തത്. ഇവനാണ് സാധനം. ബൂട്ടൊന്നും ഓപ്പൺ ആവുന്നില്ല. ഡോറ് തുറക്കുന്നുണ്ട്, ഡിക്കി ഓപ്പൺ ആവില്ല. അപ്പോൾ ഇവനാണ് നമ്മുടെ ജി വാഗൺ. ഇവനാണ് നമ്മുടെ ജി വാഗൺ. ഫ്രണ്ട് ഓപ്പൺ ആവുന്നില്ല. ഏതായാലും ഡോർസ് ഓപ്പൺ ആവുന്നുണ്ട്. ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തു. ബൂട്ടും ഓപ്പൺ ആവില്ല. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഒരു റൗണ്ട് നമുക്ക് ഇവനെ കാണാം. നല്ല സൂപ്പർ ഡീറ്റെയിലിംഗ് ആണ്. ഇത് മൈസ്ട്രോയിൻ്റെ ആണ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഇൻറ്റീരിയർ നിങ്ങൾക്ക് ഈ ലൈറ്റിൽ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എനിക്ക്. ഇവനാണ് നമ്മുടെ ജി വാഗൺ. ഇവനെ നമുക്കിവിടെ വയ്ക്കാം. നമ്മുടെ ലോഗോവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഡീറ്റെയിലിംഗ് ആണ്. ഞാൻ ഇത് അൺസ്ക്രൂ ചെയ്തിട്ട് കാണിക്കാം രണ്ടുപേരെയും. അപ്പോൾ നമുക്ക് അടുത്ത വന്നിലോട്ട് തന്നെ പെട്ടെന്ന് പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ആളിനെ അൺബോക്സ് ചെയ്യാം. പോർഷ് 911. അപ്പോൾ ഇയാളാണ് അടുത്ത ആൾ. GT2 RS പോർഷിൻ്റെ 911. ഇതിലെ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെയും ഫ്രണ്ടൊന്നും ഓപ്പൺ ആവുന്നതല്ല. ഡോസ് ഓപ്പൺ ആവുന്നുണ്ട്. പിന്നെ ഇത് മൈസ്ട്രോയുടെ തന്നെയാണ്. ബ്രാൻഡിങ് നെയിമൊക്കെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് മോഡലാണ്. മൈസ്ട്രോ എല്ലാവർക്കും അറിയില്ലോ, ലൈസൻസ് മോഡൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ സാധനം. നല്ല അടിപൊളി അലോയ് വീലൊക്കെയാണ്, ഗോൾഡൻ കളറിൽ. ഇതിൻ്റെ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണാം.